Good morning. Analysis module 3 ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവേർജൻസ് ആ സെക്ഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ റാബീസ് ടെസ്റ്റ് വരെയുള്ളത് പറഞ്ഞിരുന്നു. റാബീസ് ടെസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് കൺക്ലൂഡ് ചെയ്തത്. സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇതാണ്: കോൺസിക്യൂട്ടീവ് ടേംസിന്റെ റേഷ്യോ മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് എ ബൈ എൻ ആണ്, വെർ എ ഗ്രേറ്റർ ദാൻ 1. Then the sequence is absolutely convergent. അതാണ് ഫസ്റ്റ് പാർട്ട് പറയുന്നത്. സെക്കൻഡ് പാർട്ടിൽ ഇതേ റേഷ്യോ തന്നെ, മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് എ ബൈ എൻ ആൻഡ് എ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. Then the sequence is not absolutely convergent. ഇതാണ് റാബീസ് ടെസ്റ്റ് പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ കൺവേർജന്റ്, സെക്കൻഡ് ആണെങ്കിൽ നോട്ട് കൺവേർജന്റ്. ഇതാണ് നോട്ട് ആബ്സല്യൂട്ട്ലി കൺവേർജന്റ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എ പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. തന്നിരിക്കുന്ന റിലേഷൻ എന്താണ്? മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് എ ബൈ എൻ എന്നാണ് തന്നിരിക്കുന്നത്. ദിസ് ഇസ് ട്രൂ ഫോർ എവ്രി എൻ. ഇൻ പർട്ടിക്കുലർ ഞാനൊരു കെ എന്ന് കൊടുക്കുകയാണ്, എന്തിന് പകരം കെ എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സ് കെ പ്ലസ് 1 ബൈ എക്സ് കെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് എ ബൈ എൻ. എൻ കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എൻ മൈനസ് എ, ഇവിടെ എന്നിന് ഞാൻ കെ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. സോ കെ മൈനസ് എ ബൈ കെ എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 1 ബൈ എക്സ് കെ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ മോഡ് എക്സ് കെ എന്ന് വിചാരിക്കാം അല്ലെ. എന്നിട്ട് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ what I get is k into mod xk plus 1 less than or equal to k minus a into mod xk എന്ന് വരും അല്ലെ. മോഡ് എക്സ് കെ വെച്ച് ഞാൻ ഈ രണ്ട് ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ കെ ഇൻറ്റു മോഡ് എക്സ് കെ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു മോഡ് എക്സ് കെ മൈനസ് എ ഇൻറ്റു മോഡ് എക്സ് കെ എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ കെ ഇൻറ്റു എക്സ് കെ പ്ലസ് 1 ആണ്. ഇതിനോട് സിമിലർ ആയ ടേം ആവണമെങ്കിൽ എനിക്ക് കെ മൈനസ് 1 ഇൻറ്റു എക്സ് കെ എന്നായിരുന്നെങ്കിൽ ഇതിനോട് സിമിലർ ആയ ഒരു ടേം ആയേനെ അല്ലെ, കമ്പാരബിൾ ആയ ഒരു ടേം ആയേനെ. കെ പ്ലസ് 1 ആകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കെ കൊണ്ട്, അപ്പൊ കെ ആകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കെ മൈനസ് 1 കൊണ്ടാണെങ്കിൽ എനിക്ക് അവിടെ ഒരു സിമെട്രി കിട്ടിയേനെ. ഞാൻ അതിനു വേണ്ടി ഇതിനെ കെ ഇൻറ്റു മോഡ് എക്സ് കെ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് കെ എന്ന് എഴുതുന്നു. ഈ കെ മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് കെ എന്ന് എഴുതുമ്പോൾ ഒരു മൈനസ് മോഡ് എക്സ് കെ അധികം വന്നിട്ടുണ്ട് അല്ലെ. അത് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്ലസ് മോഡ് എക്സ് കെ വേണ്ടി വരും. ആ രണ്ട് ടേംസിൽ നിന്നും മോഡ് എക്സ് കെ കോമൺ ഫാക്ടർ, മൈനസ് സൈനും കോമൺ ഫാക്ടർ പുറത്തെടുത്താൽ എ മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് കെ എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഒരു മൈനസ് മോഡ് എക്സ് കെ മൈനസ് ഇവിടെയും ഒരു മൈനസ് മോഡ് എക്സ് കെ, അപ്പൊ അത് രണ്ടും കോമ്പൻസേറ്റ് ചെയ്ത് പോയിക്കോളും. ഓക്കെ, ഇനി ഈ ടേമിനെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ കെ ഇൻറ്റു മോഡ് എക്സ് കെ പ്ലസ് 1 മൈനസ് കെ മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എ മൈനസ് 1 മോഡ് എക്സ് കെ എന്ന് വരും. ഓക്കെ, ഈ നെഗറ്റീവ് സൈൻ നമുക്ക് താല്പര്യമില്ല അല്ലെ. ഇപ്പൊ ത്രൂ ഔട്ട് ഒരു മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യും. സോ ദിസ് ബിക്കംസ് കെ മൈനസ് 1 ഇൻറ്റു മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യും. ഓക്കെ, സോ കെ മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് കെ minus k into mod xk plus 1 greater than or equal to a minus 1 into mod xk. Okay, this is true for every k. n എന്നുള്ള ആർബിട്രറി നമ്പറിന് പകരമാണ് ഞാൻ ഇവിടെ k എന്ന് എഴുതിയിരിക്കുന്നത്. സോ ദിസ് ഇസ് ട്രൂ ഫോർ എവ്രി k. ഇൻ പർട്ടിക്കുലർ ഞാൻ k ഈക്വൽ ടു k പ്ലസ് 1 എക്സെട്ര n വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? ആദ്യം സ്മോൾ കെക്ക് ഞാൻ ക്യാപിറ്റൽ കെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കെ മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് കെ മൈനസ് കെ ഇൻറ്റു മോഡ് എക്സ് കെ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് കെ. ഇത് സ്മോൾ കെക്ക് പകരം ക്യാപിറ്റൽ കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ. ഇനി സ്മോൾ കെക്ക് പകരം ക്യാപിറ്റൽ കെ പ്ലസ് 1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിലോ, അപ്പൊ കെ പ്ലസ് 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ കെ എന്ന് വരും അല്ലെ.
സോ കെ ഇൻറ്റു മോഡ് എക്സ് കെ പ്ലസ് വൺ മൈനസ് അടുത്ത ടേം എന്താവും കെ പ്ലസ് വൺ ഇൻറ്റു മോഡ് എക്സ് കെ പ്ലസ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ മൈനസ് വൺ ഇൻറ്റു മോഡ് എക്സ് കെ പ്ലസ് വൺ എന്ന് വരും. എക്സെട്ര കെ ഈക്വൽ ടു എന്നിനും ഇതേ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ n മൈനസ് വൺ ഇൻറ്റു മോഡ് എക്സ് എൻ മൈനസ് n ഇൻറ്റു മോഡ് എക്സ് എൻ പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ മൈനസ് വൺ ഇൻറ്റു മോഡ് എക്സ് എൻ എന്ന് വരും. ഓക്കെ, ഈ ഇനീക്വാളിറ്റീസ് എല്ലാം കൂടി ആഡ് ചെയ്താൽ ഇവിടുത്തെ സെക്കൻഡ് ടേം മൈനസ് കെ ഇൻറ്റു മോഡ് എക്സ് കെ പ്ലസ് വൺ, ഇവിടുത്തെ അടുത്ത ടേം എന്താണ് പ്ലസ് കെ ഇൻറ്റു മൈനസ് മോഡ് എക്സ് കെ പ്ലസ് കെ ഇൻറ്റു മോഡ് എക്സ് കെ പ്ലസ് വൺ. ഇപ്പൊ ഈ രണ്ട് ടേംസും ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ. അതേപോലെ ഈ ടേമും അടുത്ത ഇനീക്വാളിറ്റിയിലെ ഫസ്റ്റ് ടേമും ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ വന്ന് ലാസ്റ്റ് ബട്ട് വൺ ഇനീക്വാളിറ്റിയിലെ സെക്കൻഡ് ടേമും ഈ ടേമും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബാക്കി ഉണ്ടാവുക എന്താണ് കെ മൈനസ് വൺ ഇൻറ്റു മോഡ് എക്സ് കെ മൈനസ് n ഇൻറ്റു മോഡ് എക്സ് എൻ പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലെ എല്ലാ ടേംസിലും എ മൈനസ് വൺ ഒരു കോമൺ ഫാക്ടർ ആണ്. സോ എ മൈനസ് വൺ ഇൻറ്റു മോഡ് എക്സ് കെ പ്ലസ് എക്സ് കെ മോഡ് എക്സ് കെ പ്ലസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് മോഡ് എക്സ് എൻ. ഓക്കെ, therefore മോഡ് എക്സ് കെ plus mod xk plus 1 plus etc plus mod xn is less than or equal to k minus 1 into mod xk minus n into mod xn plus 1 divided by a minus 1. a minus 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യുന്നില്ല. എന്താ കാരണം a ഗ്രേറ്റർ ദാൻ വൺ എന്നാണ് നമ്മുടെ അസംഷൻ. സോ എ മൈനസ് വൺ ഇസ് ഗ്രേറ്റർ ദാൻ സീറോ, പോസിറ്റീവ് ആണ്. ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്താൽ ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്യില്ല. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ബൗണ്ടഡ് എബവ് ആണ് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ഈ ഇനീക്വാളിറ്റി ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ മോഡ് എക്സ് കെ പ്ലസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് മോഡ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നൊരു ഫോമിലേക്ക് എത്തി. അതുകൊണ്ട് സിഗ്മ മോഡ് എക്സ് എൻ അതിന്റെ പാർഷ്യൽ സംസ് ഓഫ് സിഗ്മ മോഡ് എക്സ് എൻ ബൗണ്ടഡ് ആണ് എന്ന് കിട്ടി. മോഡുലസ് വാല്യൂവിന്റെ സം ആണ്. അപ്പൊ ഇത് മൊണോട്ടോൺ ഇൻക്രീസിംഗ് ആണ്, ബൗണ്ടഡ് എബവ് ആണ്. മൊണോട്ടോൺ ഇൻക്രീസിംഗും ബൗണ്ടഡ് എബവും കൂടി വന്നാൽ കൺവേർജന്റ് ആണ്. അപ്പൊ മോഡ് എക്സ് എൻ കൺവേർജന്റ് ആണ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, വിച്ച് മീൻസ് എക്സ് എൻ ഇസ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ്. അപ്പൊ അതാണ് റാബിസ് തിയറത്തിന്റെ ഫസ്റ്റ് പാർട്ട്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം. ബി പാർട്ടിലേക്ക് കടക്കുമ്പോൾ ബി പാർട്ടിലെ റിലേഷൻ എന്താണ്? ബി പാർട്ടിലെ റിലേഷൻ പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് വൺ ബൈ എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ മൈനസ് എ ബൈ എൻ ആണ്. വൺ മൈനസ് എ ബൈ എൻ എന്ന് പറഞ്ഞാൽ എൻ മൈനസ് എ ബൈ എൻ ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എൻ ഇൻറ്റു മോഡ് എക്സ് എൻ പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് എ ഇൻറ്റു മോഡ് എക്സ് എൻ എന്ന് വരും. സെക്കൻഡ് കേസിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ആണ് അല്ലെ, വിച്ച് ഇംപ്ലൈസ് മൈനസ് എ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് വൺ. അപ്പൊ n മൈനസ് എ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് വൺ ആയിരിക്കും. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് വൺ ഇൻറ്റു മോഡ് എക്സ് എൻ. ഓക്കെ, so n into mod xn plus 1 is greater than or equal to n minus 1 into mod xn. എന്ന് പറഞ്ഞാൽ n xn plus 1 എന്നുള്ള സീക്വൻസ് കൺസിഡർ ചെയ്യുക. n xn plus 1 എന്നുള്ള സീക്വൻസിന്റെ nth ടേം എന്ന് പറയുന്നത് n xn plus 1 ആണ്. n minus 1th ടേം എന്തായിരിക്കും? n minus 1 into xn എന്നായിരിക്കും അല്ലെ. അപ്പൊ ഈ സീക്വൻസിന്റെ nth ടേമും n മൈനസ് 1th ടേമും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന്. സോ സീക്വൻസ് n ഇൻറ്റു മോഡ് എക്സ് എൻ പ്ലസ് 1 ഇസ് എ monotonic increasing sequence. n into mod xn plus 1 greater than or equal to n minus 1 into mod xn എന്നുള്ളതിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത്. n into mod xn plus 1 എന്നുള്ള സീക്വൻസ് ഇൻക്രീസിംഗ് ആണ്. ഓക്കെ, ഇനി
ഇൻക്രീസിംഗ് ആണ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, അതിലെ ഒരു സ്മോളസ്റ്റ്, ഇപ്പൊ സ്റ്റാർട്ടിംഗ് ടേം എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ വലുതായിരിക്കും ഈ സീക്വൻസിലെ ബാക്കി എല്ലാ ടേംസും അല്ലെ. സോ n into mod xn plus 1 is greater than some c എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് ടേമിനെയാണ് ഞാനിപ്പോ c എന്ന് വിചാരിക്കുന്നതെങ്കിൽ ഇൻക്രീസിംഗ് സീക്വൻസ് ആയതുകൊണ്ട് n into mod xn plus 1 will be greater than c, which means mod xn plus 1 will be greater than c by n. n into mod xn plus 1 ആണ് ഗ്രേറ്റർ ദാൻ c ആയിരുന്നത്. ഞാൻ n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, n പോസിറ്റീവ് ആണ്, ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നും വരില്ല. mod xn plus 1 is greater than c by n എന്ന് കിട്ടും for n greater than or equal to k. ഇനി 1 by n എന്ന് പറയുന്നത് നമ്മുടെ ഹാർമോണിക് സീരീസ് ആണ്, അത് ഡൈവേർജന്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ഡൈവേർജന്റ് ആയ സീരീസിനെ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സ്റ്റിൽ ഇറ്റ് ഇസ് ഡൈവേർജന്റ്. അതിനേക്കാൾ വലുതാണ് മോഡ് xn പ്ലസ് 1 എന്നുള്ള സീരീസ്. ഡൈവേർജന്റ് ആയ ഒരു സീരീസിനേക്കാൾ വലുതാണ് ഈ സീരീസിലത്തെ ഓരോ ടേംസും വരുന്നത്. അതുകൊണ്ട് കമ്പാരിസൺ ടെസ്റ്റ് വെച്ച് ഈ സീരീസും ഡൈവേർജന്റ് ആണ്. സോ മോഡുലസ് ഓഫ് xn പ്ലസ് 1 ബൈ xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് a ബൈ n ആൻഡ് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് എങ്കിൽ സീക്വൻസ് xn ആബ്സല്യൂട്ട്ലി കൺവെർജന്റ് അല്ല, മോഡ് xn കൺവെർജന്റ് അല്ല എന്നാണ് കിട്ടിയത് അല്ലെ. അപ്പോ സിഗ്മ xn സീരീസ് സിഗ്മ xn ആബ്സല്യൂട്ട്ലി കൺവെർജന്റ് അല്ല. അതാണ് റാബീസ് ടെസ്റ്റ് പറയുന്നത്. അതിന്റെ കൊറോളറി, ഈ കൊറോളറി ഉപയോഗിച്ചും ആപ്ലിക്കേഷൻ പ്രോബ്ലം വരാറുണ്ട്. Let x equal to xn be a non-zero sequence in R and let a equal to limit n into 1 minus xn plus 1 by xn. Whenever this limit exists, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ a എന്ന് വിളിക്കാം. ഓക്കെ, then sigma xn is absolutely convergent when a greater than 1 and is not absolutely convergent when a less than 1. a greater than 1 ഉം a less than 1 ഉം റാബീസ് ടെസ്റ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇത് സെറ്റിൽ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് a greater than 1 ആണ് എന്ന് വിചാരിക്കാം. a greater than 1 ആണെങ്കിൽ a-ക്കും 1-നും ഇടയ്ക്ക് എനിക്കൊരു a1 കണ്ടുപിടിക്കാമല്ലോ. സോ a greater than a1 greater than 1. a എന്ന് പറയുന്നത് ഇതിന്റെ ലിമിറ്റ് ആണ്. പേയിനേക്കാൾ വലുതാണ് a1 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. പേയിനേക്കാൾ വലുതാണ് a1 എങ്കിൽ a ഈസ് ഇതിന്റെ ലിമിറ്റ് അല്ലേ. അപ്പൊ അതിൽ നിന്ന് എനിക്ക് എന്ത് പറയാം, a1 is less than n into 1 minus mod xn plus 1 by xn for some n greater than k. ഓക്കെ, കാരണം എന്താണ്, ലിമിറ്റ് a ആണ്. അപ്പൊ a1 ഇതിനേക്കാൾ ചെറുതാവുന്ന രീതിയിൽ എനിക്കൊരു n കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, മോഡുലസ് ഓഫ് xn പ്ലസ് 1 ബൈ xn ലെസ് ദാൻ 1 മൈനസ് a1 ബൈ n എന്ന് കിട്ടും. എന്ത് ചെയ്താൽ മതി, ആദ്യം n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ വി ഗെറ്റ് a1 ബൈ n ഇസ് ലെസ് ദാൻ 1 മൈനസ് മോഡ് xn പ്ലസ് 1 ബൈ xn. ഇനി മൈനസ് മോഡ് xn പ്ലസ് 1 ബൈ xn ലെഫ്റ്റിലേക്കും a1 ബൈ n റൈറ്റിലേക്കും എടുക്കുമ്പോൾ വാട്ട് വി ഗെറ്റ് ഇസ് മോഡുലസ് ഓഫ് xn പ്ലസ് 1 ബൈ xn ഇസ് ലെസ് ദാൻ 1 മൈനസ് a1 ബൈ n. ഈ a1 ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലെ. അപ്പൊ റാബീസ് ടെസ്റ്റിലെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ. മോഡുലസ് ഓഫ് xn പ്ലസ് 1 ബൈ xn ഇസ് ലെസ് ദാൻ 1 മൈനസ് a1 ബൈ n where a1 is greater than 1. ഇത് റാബീസ് ടെസ്റ്റിന്റെ പാർട്ട് എയുടെ കണ്ടീഷൻ ആണ്. അപ്പൊ റാബീസ് ടെസ്റ്റ് അനുസരിച്ച് ഈ സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണ്. ഇനി റാബീസ് ടെസ്റ്റിന്റെ തന്നെ ബി പാർട്ട് ഉപയോഗിച്ചാൽ നേരെ തിരിച്ച് ഇതിന്റെ സെക്കൻഡ് പാർട്ട് കിട്ടും അല്ലെ. a ലെസ് ദാൻ 1 ആണെങ്കിൽ a-ക്കും 1-നും ഇടയ്ക്ക് കിടക്കുന്ന ഒരു a1 എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ a1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ n into 1 മൈനസ് മോഡ് xn പ്ലസ് 1 ബൈ xn ആയിരിക്കും. റീഅറേഞ്ച് ചെയ്യുമ്പോൾ വാട്ട് വി ഗെറ്റ് ഇസ് മോഡുലസ് ഓഫ് xn പ്ലസ് 1 ബൈ xn ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ലെസ് ദാനിന് പകരം അവിടെ ഗ്രേറ്റർ ദാൻ എന്ന് വരും, 1 മൈനസ് a1 ബൈ n where a1 is less than 1. അപ്പൊ റാബീസ് ടെസ്റ്റിന്റെ ബി പാർട്ട് അനുസരിച്ച് സിഗ്മ xn അബ്സല്യൂട്ട്ലി കൺവെർജന്റ് അല്ല. ഓക്കെ, അപ്പൊ റാബീസ് ടെസ്റ്റിന്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് കിട്ടുന്ന കൊറോളറി ആണിത്. പക്ഷെ ഈ ഫോർമുല നമുക്ക് ഉപകാരപ്പെടും. ഇത് ഉപയോഗിച്ച് നമുക്ക് കൺവേർജൻസും നോട്ട് കൺവേർജന്റ് എന്നുള്ളതും പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോബ്ലം ആണ് ആദ്യത്തത്. പി സീരീസ്, അതായത് സിഗ്മ 1 ബൈ n റേസ് ടു പി എന്നുള്ള സീരീസ് അത് ഡൈവേർജന്റ് ആണെന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഈ റാബീസ് ടെസ്റ്റിന്റെ കൊറോളറി അപ്ലൈ ചെയ്താൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പി സീരീസ് ഡൈവേർജന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. പി സീരീസിന്റെ nth ടേം എന്ന് പറഞ്ഞാൽ 1 ബൈ n റേസ് ടു പി അല്ലെ. അപ്പോ ഈ കൊറോളറിയിൽ പറയുന്ന ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. കൊറോളറിയിൽ പറയുന്ന ഫോർമുല എന്താണ്,
ലിമിറ്റ് n ഇൻറ്റു 1 മൈനസ് മോഡ് xn പ്ലസ് 1 ബൈ xn. ഇതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അത് എന്താകും? ലിമിറ്റ് n ഇൻറ്റു 1 മൈനസ് n റേസ് ടു പിയും n പ്ലസ് 1 റേസ് ടു പിയും എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് ആ മോഡുലസ് എഴുതേണ്ട ആവശ്യമില്ല. ന്യൂമറേറ്ററിൽ 1 ബൈ n പ്ലസ് 1 റേസ് ടു പിയും ഡിനോമിനേറ്ററിൽ 1 ബൈ n റേസ് ടു പിയും തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. So what we get is n raised to p by n plus 1 raised to p. Okay. ഇനി n plus 1 raised to p വെച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. So n plus 1 raised to p minus n raised to p divided by n plus 1 raised to p എന്ന് കിട്ടും. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും n raised to p കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. So what we get is limit 1 plus 1 by n whole raised to p minus 1. ഇവിടെ ഒരു സ്റ്റെപ്പ് ശരിക്കും സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ബൈ n റേസ് 1 ബൈ n ഹോൾ റേസ് ടു p എന്ന് വരും അല്ലെ. ഇവിടെ ഒരു n ഇൻറ്റു എന്നില്ലേ, ഈ n ഇൻറ്റുവിനെയാണ് ഇവിടെ എന്ത് എഴുതിയിരിക്കുന്നത്? ഡിവൈഡഡ് ബൈ 1 ബൈ n എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു ലിമിറ്റ്. ഇവിടത്തെ ഡിനോമിനേറ്റർ ആയിരുന്ന 1 പ്ലസ് 1 ബൈ n ഹോൾ റേസ് ടു പിനെ അടുത്ത ലിമിറ്റ് ആക്കി എഴുതി. അപ്പൊ രണ്ട് ലിമിറ്റിന്റെ പ്രോഡക്റ്റ് ആക്കി നമ്മൾ ഈ എക്സ്പ്രഷൻ എഴുതി. അപ്പൊ ഇതെന്താണ്? 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു പി മൈനസ് 1 ബൈ എക്സ് ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ലിമിറ്റ് എനിക്ക് p എന്ന് കിട്ടും. രണ്ടാമത്തെ ലിമിറ്റ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n ടെൻസ് ടു 0. അപ്പൊ ഇത് 1 ബൈ 1 പ്ലസ് 0 റേസ് ടു p എന്നാവും അല്ലെ. അപ്പൊ രണ്ടാമത്തെ ലിമിറ്റ് 1 ഉമാണ്. സോ p ഇൻറ്റു 1 ഈക്വൽ ടു p. പേയുടെ വാല്യൂ p ആണ് എന്ന് കിട്ടി. നേരത്തെ കൊറോളറിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? a ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ കൺവേർജന്റ്, ലെസ് ദാൻ 1 ആണെങ്കിൽ ഡൈവേർജന്റ്. അപ്പൊ p സീരീസ് കൺവേർജന്റ് ആവണമെങ്കിൽ p ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. p 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ p സീരീസ് ഡൈവേർജന്റ് ആണ്. അപ്പൊ ഇത് ഒറ്റയടിക്ക് റാബീസ് ടെസ്റ്റിന്റെ കൊറോളറിയിൽ നിന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി അടുത്തത് റാബീസ് ടെസ്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോബ്ലം ആണ്. സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി n ബൈ n സ്ക്വയർ പ്ലസ് 1. ഇവിടെ എന്റെ xn എന്ന് പറയുന്നത് n ബൈ n സ്ക്വയർ പ്ലസ് 1 ആണ്. സോ xn പ്ലസ് 1 എന്താവും? xn പ്ലസ് 1 വിൽ ബി ഈക്വൽ ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 എന്നാവും. ഇവിടെ ഇതെല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് മോഡുലസ് എഴുതേണ്ട ആവശ്യമില്ല. റാബീസ് ടെസ്റ്റിന് മോഡ് xn പ്ലസ് 1 ബൈ xn ആണ് വേണ്ടത്. പക്ഷേ ടേംസ് ഒക്കെ പോസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് എന്ത് തന്നെ എഴുതാം? മോഡുലസ് ഇല്ലാതെ xn പ്ലസ് 1 ബൈ xn എന്ന് എഴുതാം. ഇതെന്താ വരിക? ഈ ടേം ഡിവൈഡഡ് ബൈ ഈ ടേം എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ n പ്ലസ് 1 ഇൻറ്റു n സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു, ഇവിടെ പ്രോഡക്റ്റ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ n ക്യൂബ് പ്ലസ് n സ്ക്വയർ പ്ലസ് n പ്ലസ് 1 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ n ഇൻറ്റു n പ്ലസ് 1 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1, ഇവിടെ ഒരു പ്ലസ് 1 കൂടി ഉണ്ട് അല്ലെ. സോ പ്ലസ് 2 എന്ന് കിട്ടും. ഇതാണ് xn പ്ലസ് 1 ബൈ xnന്റെ വാല്യൂ. ഇതിലെ ഡിനോമിനേറ്ററിലെ n ഒഴിച്ച് ബാക്കിയുള്ള ടേം, അതായത് n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 2, ഇതിനെ ഞാൻ n മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ n മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? n ക്യൂബ് പ്ലസ് 2n സ്ക്വയർ പ്ലസ് 2n മൈനസ് n സ്ക്വയർ മൈനസ് 2n മൈനസ് 2 എന്ന് വരും അല്ലെ. വിച്ച് ഇസ് ഈക്വൽ ടു n ക്യൂബ് പ്ലസ് 2n സ്ക്വയർ മൈനസ് n സ്ക്വയർ. സോ പ്ലസ് n സ്ക്വയർ പ്ലസ് 2n മൈനസ് 2n ക്യാൻസൽ ചെയ്ത് പോവും, മൈനസ് 2 എന്ന് വരും അല്ലെ. സോ n ക്യൂബ് പ്ലസ് n സ്ക്വയർ മൈനസ് 2. ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമ്മുടെ ന്യൂമറേറ്റർ എന്താണ്? n ക്യൂബ് പ്ലസ് n സ്ക്വയർ പ്ലസ് n പ്ലസ് 1. n ക്യൂബ് പ്ലസ് n സ്ക്വയർ നിന്ന് 2 മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ n ക്യൂബ് പ്ലസ് n സ്ക്വയറിനോട് n പ്ലസ് 1 ആഡ് ചെയ്യുന്നതിനേക്കാൾ എന്തായാലും ചെറുതായിരിക്കും അല്ലെ. സോ n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 2 ഇൻറ്റു n മൈനസ് 1 is less than or equal to n cube plus n square plus n plus 1. ഞാൻ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 2 എല്ലാം പോസിറ്റീവ് ആണ് അല്ലെ. ഇപ്പൊ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നും വരില്ല. സോ n ക്യൂബ് പ്ലസ് n സ്ക്വയർ പ്ലസ് n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 2
is greater than or equal to n minus 1 എന്ന് വരും. ഈ ടേം ഇങ്ങോട്ട് എടുത്തു. സോ n minus 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. അത് ഞാൻ തിരിച്ചെഴുതി. അത്രയേ ഉള്ളൂ. സോ n ക്യൂബ് പ്ലസ് n സ്ക്വയർ പ്ലസ് n പ്ലസ് 1 ബൈ n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 2 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് 1. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഭാഗം ഇതാണ് എനിക്കിപ്പോ എന്ത് കിട്ടിയിരിക്കുന്നത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് 1 അല്ലേ? സോ xn പ്ലസ് 1 ബൈ xn ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് 1 ബൈ n എന്ന് വരും. n മൈനസ് 1 ബൈ n എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 ബൈ n ആണ്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ എന്താ കിട്ടിയത്? നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് മോഡുലസ് ഓഫ് xn പ്ലസ് 1 ബൈ xn is greater than or equal to 1 minus 1 by n എന്നാണ് കിട്ടിയിരിക്കുന്നത്. റാബീസ് ടെസ്റ്റ് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് xn പ്ലസ് 1 ബൈ xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് a ബൈ n ആണ്. വേർ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് എങ്കിൽ ആ സീരീസ് ആബ്സല്യൂട്ട്ലി കൺവേർജന്റ് അല്ല എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എയുടെ വാല്യൂ 1 അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള ഈ കാറ്റഗറിയിലാണല്ലോ പെടുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി n ബൈ n സ്ക്വയർ പ്ലസ് 1 ഇസ് ഡൈവേർജന്റ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയുമാണ് ആ സെക്ഷനിൽ വരുന്നത്. അടുത്ത സെക്ഷൻ ടെസ്റ്റ് ഫോർ നോൺ ആബ്സല്യൂട്ട് കൺവേർജൻസ്. ചെറിയൊരു സെക്ഷനാണ്. ഈ സെക്ഷനോടുകൂടി നമ്മുടെ ഈ മോഡ്യൂള് കംപ്ലീറ്റ് ആവും. ഓക്കെ, ടെസ്റ്റ് ഫോർ നോൺ ആബ്സല്യൂട്ട് കൺവേർജൻസിൽ ആദ്യം വരുന്നത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്നുള്ള ഒരു ഡെഫിനിഷൻ ആണ്. ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെയാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസും വരുന്നത്. സീക്വൻസ് xn എന്ന് പറയുന്നത് ഒന്നുകിൽ ഓൾ പോസിറ്റീവ് അല്ലെങ്കിൽ ഓൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണെങ്കിൽ മൈനസ് 1/n+1 ഇൻറ്റു xn എടുക്കുമ്പോൾ എന്ത് പറ്റും? ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് പ്ലസും മൈനസും വരും അല്ലെ? അങ്ങനെയുള്ള ഒരു സീരീസിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓൾട്ടർനേറ്റിംഗ് സീരീസിന്റെ ഡെഫിനേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ്. Let Z equal to Zn be a decreasing sequence of strictly positive numbers with limit Zn equal to 0. Decreasing sequence ആണ്, strictly positive ആണ്. അപ്പൊ Zn എല്ലാം പോസിറ്റീവ് ആണെന്ന് അറിയാം. Zn ന്റെ ലിമിറ്റ് 0 ആണ് എന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ the corresponding alternate series sigma minus 1/n+1 Zn convergent ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണല്ലോ അല്ലെ? Zn ഡിക്രീസിംഗ് സീക്വൻസ് ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, ലിമിറ്റ് Zn 0 ആണ്. ഇത്രയുമാണ് അറിയാവുന്നത്. ഓക്കെ, ആദ്യം ഞാൻ ചെയ്യുന്നത് നമുക്കൊരു സീരീസ് കൺവേർജന്റ് ആണ് എന്ന് കാണിക്കണമെങ്കിൽ കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജന്റ് ആണെന്ന് കാണിക്കണം അല്ലെ? അപ്പൊ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ് Sn എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഈവൺ നമ്പർ ഓഫ് ടേംസിന്റെ പാർഷ്യൽ സം അതാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. S2n എന്നുള്ളത് എടുക്കുന്നു. S2n എന്ന് പറഞ്ഞാൽ എന്താ വരിക? Z1 ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും ആണ് അല്ലെ? -1/n+1 ആണ്. അപ്പൊ ഓഡ് ടേംസ് ഒക്കെ പ്ലസും ഈവൺ ടേംസ് ഒക്കെ മൈനസും ആണ് വരിക. സോ S2n is equal to Z1 minus Z2 plus Z3 minus Z4 plus etc. plus Z2n minus 1 minus Z2n. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? സീക്വൻസ് Zn സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ Z1 ഉം Z2 ഉം എടുത്താൽ ഏതായിരിക്കും വലുത്? Z1 ആയിരിക്കും വലുത്. അപ്പൊ Z1 മൈനസ് Z2 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. Z3 ഉം Z4 ഉം എടുത്താൽ Z3 ആയിരിക്കും വലുത്. അപ്പൊ ഇതും പോസിറ്റീവ് ആയിരിക്കും എക്സെട്ര. Z2n മൈനസ് 1 ഉം Z2n ഉം എടുത്താൽ ഫസ്റ്റ് ടേം ആയിരിക്കും വലുത് അല്ലെ? അപ്പൊ ഈ ഡിഫറൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ S2n എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ആണ്. കാരണം അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ ടേംസും ഇൻക്രീസ് ചെയ്ത് ഓരോ പോസിറ്റീവ് ടേംസ് ആണ് S2nലേക്ക് ആഡ് ചെയ്ത് പോകുന്നത്. ശ്രദ്ധിക്കുക, ഈവൺ ടേംസിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസേ നമ്മളിപ്പോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതിലേക്ക് 2 ടേംസ് ആണ് ആഡ് ചെയ്ത് പോകുന്നത്. ആ 2 ടേംസ് ആഡ് ചെയ്യുമ്പോൾ ഒരു ടേം ആഡ് ചെയ്തു, അതിനേക്കാൾ ചെറിയ ഒരു ടേം ആണ് സബ്ട്രാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ S2n എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ് എന്നാണ് നമുക്കിപ്പോ കിട്ടിയത്. ഇനി S2n തന്നെ എനിക്ക് വേറൊരു രീതിയിലും എഴുതാം. Z1 മൈനസ് Z2 പ്ലസ് Z3. ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് ഞാനൊരു മൈനസ് കോമൺ ഫാക്ടർ പുറത്തെടുത്താൽ മൈനസ് ഓഫ് Z2 മൈനസ് Z3 എന്നാവും എക്സെട്ര. ലാസ്റ്റ് ബട്ട് വൺ ടേം എഴുതുമ്പോൾ മൈനസ്
Z2n minus 1 minus Z2n minus 1. Then last term എന്താണ് minus Z2n എന്ന് വരും. അപ്പൊ Z1ൽ നിന്ന് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഓരോ ടേംസും എന്താണ് പോസിറ്റീവ് ആണ്. Z2 minus Z3. Z എന്നുള്ള സീക്വൻസ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണ്. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഓരോ ടേംസും പോസിറ്റീവ് ആണ്. ലാസ്റ്റ് മൈനസ് കഴിഞ്ഞ് വരുന്ന Z2n അതും പോസിറ്റീവ് ആണ്. അപ്പൊ Z1ൽ നിന്ന് എന്തോ സബ്ട്രാക്ട് ചെയ്തിട്ടാണ് എനിക്ക് S2n കിട്ടുന്നത് അല്ലെ. അപ്പൊ S2n എപ്പോഴും Z1നേക്കാൾ ചെറുതായിരിക്കും. സോ S2n ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z1 എന്ന് കിട്ടി. S2n സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്, ബൗണ്ടഡ് എബവ് ബൈ Z1 ആണ്. അതുകൊണ്ട് മോണോട്ടോൺ കൺവേർജൻസ് തിയറം അനുസരിച്ച് S2n കൺവേർജ് ചെയ്യുന്നുണ്ട്. ആ S2n കൺവേർജ് ചെയ്യുന്നത് എസിലേക്കാണ് എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈവൺ ടേംസിന്റെ പാർഷ്യൽ സംസിന്റെ സീക്വൻസിലെ ഈവൺ ടേംസ് എടുത്താൽ അത് എസിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് എനിക്ക് കിട്ടി. ജനറലി ഏതെടുത്താലും അത് ഇതേ എസിലേക്ക് തന്നെ കൺവേർജ് ചെയ്യുന്നു എന്ന് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാ എല്ലാ സബ് സീക്വൻസും ഒറ്റ പോയിന്റ് എസിലേക്ക് തന്നെ കൺവേർജ് ചെയ്യുന്നു. അതുകൊണ്ട് സീക്വൻസ് SN എസിലേക്ക് തന്നെ കൺവേർജ് ചെയ്യുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പൊ അതിന് ഈവൺ ടേംസ് ആണെങ്കിൽ ഓൾറെഡി അങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലായി. അപ്പൊ ഇനി ഓഡ് ടേംസ് നോക്കണം അല്ലെ. ഓഡ് ടേംസ് നോക്കാനായിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് S2n എസിലേക്ക് കൺവേർജ് ചെയ്യുന്നു. So I can always find a case such that modulus of S2n minus S is less than or equal to epsilon by 2. ഇത് ഈവൺ ടേംസിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ ഈവൺ ടേംസ് എസിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നുള്ളതിൽ നിന്ന് കൺവേർജൻസിന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് മോഡുലസ് ഓഫ് S2n മൈനസ് S ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2 എന്നുള്ളത്. പിന്നെ സീക്വൻസ് Z എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണ്, ലിമിറ്റ് Zn 0 ആണ് എന്ന് തന്നിട്ടുണ്ട്. ലിമിറ്റ് Zn 0 ആയതുകൊണ്ട് ഐ ക്യാൻ ഓൾവേസ് ഫൈൻഡ് എ കെ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് Z2n plus 1 is less than or equal to epsilon by 2. സീക്വൻസ് Zn 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് ഒരു സ്റ്റേജിന് ശേഷമുള്ള എല്ലാ ടേംസും 0യുടെ എപ്സിലോൺ നെയ്ബർഹുഡിലായിരിക്കും അല്ലെ. ആ ഒരു സ്റ്റേജിന് ശേഷം എന്ന് പറയുന്നത് kth സ്റ്റേജിന് ശേഷം എന്ന് എടുക്കുകയാണെങ്കിൽ മോഡുലസ് ഓഫ് Z2n plus 1 less than or equal to epsilon by 2 എന്ന് എനിക്ക് കിട്ടി. അപ്പൊ രണ്ടെണ്ണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2 റെഡി ആയിട്ടുണ്ട് അല്ലെ. ഇനി മോഡുലസ് ഓഫ് S2n plus 1 മൈനസ് S, ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് കാണിക്കുക എന്നുള്ളതാണ് എന്റെ ആവശ്യം. S2n plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? S2n വരെയുള്ളത് ആഡ് ചെയ്തിട്ട് അതിന്റെ കൂടെ Z2n plus 1 കൂടി ആഡ് ചെയ്യണം അല്ലെ. സോ S2n plus 1 ഞാൻ S2n plus Z2n plus 1 എന്ന് എഴുതി. മൈനസ് S അവിടെ ഉണ്ട്. ഇവിടെ എനിക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യാം. ആദ്യം ഞാൻ S2n മൈനസ് S എടുക്കുന്നു, പ്ലസ് Z2n plus 1 എടുക്കുന്നു. ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യുന്നു. ഈ ഓരോ ടേമും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. അതുകൊണ്ട് അവരുടെ സം ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പോ ഓഡ് ടേംസ്, സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിലെ ഓഡ് ടേംസ് എടുത്താൽ അത് എസിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. ഈവൺ ടേംസ് എടുത്താൽ അത് എസിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എസിലേക്ക് കൺവേർജ് ചെയ്യുന്നു. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജ് ചെയ്യുന്നെങ്കിൽ കറസ്പോണ്ടിങ് സീരീസ് കൺവേർജന്റ് ആണ് അല്ലെ. സോ ആൾട്ടർനേറ്റിംഗ് സീരീസ് സിഗ്മ മൈനസ് 1 raised to n plus 1 Zn is convergent എന്നാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത ടെസ്റ്റ്, നമുക്കിത് രണ്ട് ടെസ്റ്റും കൂടി ഉണ്ട്, ഡെറിസ്റ്റൽ ടെസ്റ്റും ആബേൽ ടെസ്റ്റും. അതിനു മുമ്പ് ആദ്യം അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആബേൽസ് ലെമ്മ ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുമെങ്കിലും സത്യത്തിൽ അത് സിമ്പിൾ ആണ്. ഓക്കെ, നമുക്കതൊന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. Let x equal to xn and y equal to yn be sequences in R, and let the partial sum sigma yn be denoted by Sn. xn ഉം yn ഉം രണ്ട് സീക്വൻസുകൾ തന്നിരിക്കുന്നു. അതിലെ yn-ന്റെ കറസ്പോണ്ടിങ് സീരീസിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് Sn ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ S0 എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ സം എടുത്തിട്ടില്ല അല്ലെ. അപ്പൊ S0 0 എന്ന് നമുക്ക് വിചാരിക്കാം. S1 മുതലാണല്ലോ നമ്മൾ ടേംസ് ആഡ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ഈ ഐട്രേറ്റീവ് ഡെഫിനിഷൻ എഴുതാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് S0ന്റെ വാല്യൂ അപ്പൊ 0 എന്ന് കൂടി ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. If m greater than n, then sigma n plus 1 to m xk yk is equal to xm sm minus xn plus 1 sn plus
sigma k equal to n plus 1 to m minus 1 xk minus xk plus 1 into sk. Okay. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിഗ്മ എക്സ് കെ വൈ കെ ആണ് അല്ലെ. ഇതിൽ വൈ കെനെ ഇൻ ടേംസ് ഓഫ് എസ് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്നു. എസ് എൻ എന്ന് പറയുന്നത് സിഗ്മ വൈ എന്നിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ് അല്ലെ. അപ്പൊ y1 പ്ലസ് y2 പ്ലസ് എക്സെട്ര പ്ലസ് yn ഈക്വൽ ടു എസ് എൻ ആണ്. n മൈനസ് 1 വരെയുള്ള ടേംസിന്റെ സം ആണ് എന്ത്? എസ് എൻ മൈനസ് 1. അപ്പൊ എനിക്ക് yn നെ എങ്ങനെ എഴുതാം? എസ് എൻ മൈനസ് എസ് എൻ മൈനസ് 1 എന്ന് എഴുതാം. ഇത് എല്ലാത്തിനും ട്രൂ ആണ് അല്ലെ. സോ വാട്ട് ഐ ഗെറ്റ് ഇസ് yk is equal to sk minus sk minus 1 for every k. ഈ സമ്മേഷനില് yk പകരം ഞാൻ sk minus sk minus 1 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് സിഗ്മ k ഈക്വൽ ടു n പ്ലസ് 1 ടു m xk yk എന്നാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലെ. ഇതിനെ ഞാൻ എങ്ങനെ എഴുതി? സിഗ്മ k ഈക്വൽ ടു n പ്ലസ് 1 ടു m xk ഇൻറ്റു yk എന്ന് പറഞ്ഞാൽ sk മൈനസ് sk മൈനസ് 1 ആണ്. കാരണം എസ് എന്ന് പറയുന്നത് സിഗ്മ വൈ എന്നിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ്. ഓക്കെ. ഈക്വൽ ടു ഞാൻ ഇതിന് ഓരോന്നിനും വാല്യൂ കൊടുക്കാൻ പോവാണ്. ഓരോന്നിനും വാല്യൂ കൊടുത്താൽ എന്താ കിട്ടുക? എക്സ് എൻ പ്ലസ് 1 ഇൻറ്റു എസ് എൻ പ്ലസ് 1 മൈനസ് എസ് എൻ പ്ലസ് അടുത്ത വാല്യൂ കൊടുത്താൽ എക്സ് എൻ പ്ലസ് 2 ഇൻറ്റു എസ് എൻ പ്ലസ് 2 മൈനസ് എസ് എൻ പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം എന്ത് വരും? എക്സ് എം ഇൻറ്റു എസ് എം മൈനസ് എസ് എം മൈനസ് 1 എന്ന് വരും. ഓക്കെ. ഇപ്പൊ ഇതില് എസ് എം എന്നൊരു ടേം വരുന്നത് ലാസ്റ്റ് എക്സ്പ്രഷനിൽ മാത്രമാണ്. അപ്പൊ ഞാൻ അത് ആദ്യം എഴുതി. എക്സ് എം എസ് എം അതെഴുതി. പിന്നെ എസ് എൻ എന്നൊരു ടേം വരുന്നത് ഈ ഫസ്റ്റ് എക്സ്പ്രഷനിൽ മാത്രമാണ്. അപ്പൊ അതെടുത്താൽ മൈനസ് എക്സ് എൻ പ്ലസ് 1 ഇൻറ്റു എസ് എൻ എന്ന് വന്നു. ഇനി എസ് എൻ പ്ലസ് 1 രണ്ടിടത്തുണ്ട് അല്ലെ. അത് രണ്ടും കൂടി ഞാൻ കളക്ട് ചെയ്ത് എഴുതുന്നു. എസ് എൻ പ്ലസ് 1ന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് എന്തൊക്കെ വരുന്നുണ്ട്? എക്സ് എൻ പ്ലസ് 1 ഉണ്ട്, ഇവിടുന്ന് മൈനസ് എക്സ് എൻ പ്ലസ് 2 ഉണ്ട് അല്ലെ. സോ എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എൻ പ്ലസ് 2 ഇൻറ്റു എസ് എൻ പ്ലസ് 1 എന്നാണ് വരുന്നത്. പ്ലസ് എക്സെട്ര പ്ലസ് അങ്ങനെ ലാസ്റ്റ് വരുന്ന ടേം ആയ എസ് എം മൈനസ് 1ന്റെ കോഎഫിഷ്യന്റ് എന്ത് വരും? എസ് എം മൈനസ് 1ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തൊട്ട് മുമ്പത്തെ ടേമിൽ പ്ലസ് ആയിട്ടുണ്ടാവും അല്ലെ. സോ എക്സ് എം മൈനസ് 1 പിന്നെ ഇവിടെ നിന്നോ മൈനസ് എക്സ് എം ഇൻറ്റു എസ് എം മൈനസ് 1 എന്ന് വരും. ഓക്കെ. ഇതിനെയാണ് ടെക്സ്റ്റിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എക്സ് എം എസ് എം മൈനസ് എക്സ് എൻ പ്ലസ് 1 എസ് എൻ. അത് നമ്മളിവിടെ ആദ്യം എഴുതി വെച്ച രണ്ട് ടേംസ് എക്സ് എം എസ് എം മൈനസ് എക്സ് എൻ പ്ലസ് 1 എസ് എൻ. ഇനി അങ്ങോട്ട് എസ് എൻ പ്ലസ് 1 മുതൽ എസ് എം മൈനസ് 1 വരെയുള്ള ടേംസ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ കെയുടെ വേരിയേഷൻ എവിടെ നിന്ന് എവിടം വരെ കൊടുത്തു? കെ വേരീസ് ഫ്രം n പ്ലസ് 1 ടു എം മൈനസ് 1 എസ് കെ എന്ന് കൊടുത്തു. അതിന്റെ കോഎഫിഷ്യന്റ് വരുന്നത് എന്താണ്? എക്സ് കെ മൈനസ് എക്സ് കെ പ്ലസ് 1. ഓക്കെ. സോ സിഗ്മ കെ ഈക്വൽ ടു n പ്ലസ് 1 ടു എം എക്സ് കെ വൈ കെനെ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് എം എസ് എം മൈനസ് എക്സ് എൻ പ്ലസ് 1 എസ് എൻ പ്ലസ് സിഗ്മ കെ ഈക്വൽ ടു n പ്ലസ് 1 ടു n മൈനസ് 1 എക്സ് കെ മൈനസ് എക്സ് കെ പ്ലസ് 1 ഇൻറ്റു എസ് കെ എന്ന് എഴുതാം. ഇതാണ് ആബേൽസ് ലെമ്മയുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഈ ടേംസിനെ നമുക്ക് വേണ്ട രീതിയിൽ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതി അപ്പൊ കിട്ടുന്നതാണ് ആബേൽസ് ലെമ്മ. ഓക്കെ. ആദ്യത്തെ ടെസ്റ്റ് Dirichlet's test. If x equal to xn is a decreasing sequence with limit xn equal to 0 and if the partial sum sn of sigma yn are bounded, then the series sigma xn yn is convergent. Okay. ഒരു പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന സീരീസ് സിഗ്മ എക്സ് ആൻഡ് വൈ എൻ കൺവേർജന്റ് ആവാനുള്ള ഒരു ടെസ്റ്റ് ആണ് Dirichlet's ടെസ്റ്റ്. ഓക്കെ. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ബൗണ്ടഡ് ആണ് എന്ന് തന്നിട്ടുണ്ട്. സോ there exists a b such that mod sn less than or equal to b for every n element of n. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ബൗണ്ടഡ് എന്നുള്ളതാണ്. ഇനി ഞാൻ ആബേൽസ് ലെമ്മയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ്. ആബേൽസ് ലെമ്മയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് രണ്ട് സൈഡിലും മോഡുലസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മോഡുലസ് ഓഫ്
k equal to n plus 1 to m xk yk less than or equal to xm plus xn plus 1 into b. ഇതെങ്ങനെയാ കിട്ടുന്നത്? നമുക്ക് ആബേൽസ് ലെമ്മയിൽ വരുന്നത് ആദ്യം വരുന്നത് xm sm മൈനസ് xn പ്ലസ് 1 sn എന്നാണ് അല്ലെ? ഈ രണ്ട് ടേംസ് ആണ് വരുന്നത്. ഇതിന്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ മോഡ് എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി എന്നറിയാം. സോ മോഡ് xm sm പ്ലസ് മോഡ് xn പ്ലസ് 1 sn എന്ന് എഴുതാം. ഇനി സീക്വൻസ് sn ബൗണ്ടഡ് അബോവ് ബൈ ബി ആയതുകൊണ്ട് മോഡ് sm ഉം മോഡ് sn ഉം രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. സോ ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് xm പ്ലസ് മോഡ് xn പ്ലസ് 1 ഇൻറ്റു മോഡ് ബി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നത്. മോഡുലസിന്റെ ബൗണ്ട് ആയതുകൊണ്ട് മോഡ് ബി എന്ന് എഴുതേണ്ട ആവശ്യമില്ല, ബി പോസിറ്റീവ് ആണ്. ഓക്കെ, സോ xm പ്ലസ് xn പ്ലസ് 1 ഇൻറ്റു ബി പ്ലസ് പിന്നെ ഉള്ള ടേംസ് അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നു. അതിലെ എസ് കെ എന്നുള്ളതിന് പകരം അത് ബൗണ്ടഡ് അബോവ് ബൈ ബി എന്നുള്ളത് അപ്ലൈ ചെയ്തിരിക്കുന്നു. സോ സിഗ്മ കെ ഈക്വൽ ടു n പ്ലസ് 1 ടു m മൈനസ് 1 എക്സ് കെ മൈനസ് എക്സ് കെ പ്ലസ് 1 ഇൻറ്റു ബി. ഈ രണ്ട് ടേംസിലും ബി കോമൺ ഫാക്ടർ ആണല്ലോ. ആ രണ്ട് ടേംസിലെയും ബി കോമൺ ഫാക്ടർ പുറത്തെടുക്കുന്നു. പിന്നെ വരുന്ന ടേംസ് എന്താണ്? xm പ്ലസ് xn പ്ലസ് 1 അത് അങ്ങനെ തന്നെ എഴുതി. ഇവിടെ എന്താ എനിക്ക് വരിക? n പ്ലസ് 1 കൊടുക്കുമ്പോൾ xn പ്ലസ് 1 മൈനസ് xn പ്ലസ് 2. അടുത്തത് n പ്ലസ് 2 എന്ന് കൊടുക്കുമ്പോഴോ xn പ്ലസ് 2 മൈനസ് xn പ്ലസ് 3 എന്ന് വരും അല്ലെ? അപ്പൊ മൈനസ് n പ്ലസ് 2 ക്യാൻസൽ ചെയ്ത് പോവില്ലേ? ഈ സമ്മേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ k ഈക്വൽ ടു n പ്ലസ് 1ന്റെ ഫസ്റ്റ് ടേം അതുണ്ടാവും, അതാണ് xn പ്ലസ് 1. പിന്നെ k ഈക്വൽ ടു m മൈനസ് 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാസ്റ്റ് ടേമും ഉണ്ടാവും, അതാണ് മൈനസ് xm. ഇവിടെ സമ്മേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് xn പ്ലസ് 1 മൈനസ് xm ഇൻറ്റു ബി കോമൺ ഫാക്ടർ പുറത്തെടുത്തിരിക്കുന്നു. xm ഉം മൈനസ് xm ഉം ക്യാൻസൽ ചെയ്ത് പോകും. സോ വാട്ട് വി ഗെറ്റ് ഇസ് 2 ഇൻറ്റു xn പ്ലസ് 1 പ്ലസ് ബി. ഓക്കെ, ഇനി ലിമിറ്റ് എക്സ് കെ 0 ആണ് എന്നറിയാം അല്ലെ? സോ ലിമിറ്റ് എക്സ് കെ 0 ആയതുകൊണ്ട് ഐ ക്യാൻ ഓൾവേസ് ഫൈൻഡ് എ കെ സച്ച് ദാറ്റ് മോഡ് xn പ്ലസ് 1 ഇസ് ലെസ് ദാൻ, ഇവിടത്തെ ചോയ്സിന് നമുക്ക് എന്തെടുക്കാം? എപ്സിലോൺ ബൈ 2b എന്നൊരു ചോയ്സ് എടുക്കാം അല്ലെ? എപ്സിലോൺ ബൈ 2b ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ മോഡുലസ് ഓഫ് k ഈക്വൽ ടു n പ്ലസ് 1 ഇൻറ്റു m പ്ലസ് 1 ടു m എക്സ് കെ വൈ കെ ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. അപ്പൊ ഈ സീരീസ് കോഷി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കൺവേർജന്റ് ആണ്. അപ്പൊ സിഗ്മ xn yn കൺവേർജന്റ് ആണ് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ആബേൽസ് ലെമ്മ അപ്ലൈ ചെയ്തിട്ടാണ് ഡെറിഷ്ലെറ്റ്സ് ടെസ്റ്റ് പ്രൂവ് ചെയ്യുന്നത്. ലാസ്റ്റ് ടെസ്റ്റ്, ആബേൽസ് ടെസ്റ്റ്. If x equal to xn is a convergent monotone sequence and the series sigma yn is convergent, then the series sigma xn yn is also convergent. അപ്പൊ നേരത്തെ ഡെറിഷ്ലെറ്റ്സ് ടെസ്റ്റും ആബേൽസ് ടെസ്റ്റും തമ്മിൽ എന്താ വ്യത്യാസം വരുന്നത്? ഇവിടെ xn എന്ന് പറയുന്നത് കൺവെർജന്റ് മോണോട്ടോൺ സീക്വൻസ് എന്നാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ ഡെറിഷ്ലെറ്റ്സ് ടെസ്റ്റിൽ എന്തായിരുന്നു? xn എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് സീക്വൻസ് വിത്ത് ലിമിറ്റ് 0 എന്നായിരുന്നു അല്ലെ? ഡിക്രീസിംഗ് സീക്വൻസ് വിത്ത് ലിമിറ്റ് 0ന് പകരമാണ് ആബേൽസ് ടെസ്റ്റിൽ എന്ത് വന്നിരിക്കുന്നത്? കൺവെർജന്റ് മോണോട്ടോൺ സീക്വൻസ് എന്ന് തന്നിരിക്കുന്നത്. ഈ കൺവെർജന്റ് മോണോട്ടോൺ സീക്വൻസിൽ നിന്ന് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ലിമിറ്റ് 0 ഉള്ള ഒരു സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടെക്നിക്ക്. സോ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. മോണോട്ടോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ സീക്വൻസ് xn ഡിക്രീസിംഗ് ആയിരിക്കാം, ഇൻക്രീസിംഗ് ആയിരിക്കാം, അതിലേതാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ രണ്ട് കേസ് ആയിട്ട് എടുക്കാം. ആദ്യം xn ഡിക്രീസിംഗ് ആണ്, അതിന്റെ ലിമിറ്റ് x ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ yn ഈക്വൽ ടു xn മൈനസ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നു. xn ഡിക്രീസിംഗ് സീക്വൻസ് ആയതുകൊണ്ട് xn മൈനസ് എക്സ് എന്ന് പറയുന്നതും ഡിക്രീസിംഗ് ആയിരിക്കും. അപ്പൊ സീക്വൻസ് yn ഡിക്രീസിംഗ് ആണ്. ഇനി സീക്വൻസ് ന്റെ ലിമിറ്റ് എന്ത് വരും? ലിമിറ്റ് xn മൈനസ് എക്സ് എന്ന് വരും അല്ലെ? ലിമിറ്റ് xn എന്ന് പറയുന്നത് x ആണ്, അപ്പൊ x മൈനസ് എക്സ് 0 എന്നാകും. സോ yn is a decreasing sequence with limit yn equal to 0. അപ്പൊ എനിക്ക് yn ന് എന്ത് അപ്ലൈ ചെയ്യാം? ഡെറിഷ്ലെറ്റ്സ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ ഡെറിഷ്ലെറ്റ്സ് ടെസ്റ്റ് അനുസരിച്ച് സിഗ്മ un yn കൺവെർജന്റ് ആണ് എന്ന് കിട്ടും. ഇനി xn എന്ന് പറഞ്ഞാൽ എന്താണ്? y അല്ല un എന്ന് ഈക്വൽ ടു xn മൈനസ് എക്സ്. അപ്പൊ അതിൽ നിന്ന് xn ഈക്വൽ ടു
un plus x എന്ന് എഴുതാം അല്ലെ. സോ സിഗ്മ എക്സ് എൻ വൈ എൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് വൈ എൻ പ്ലസ് സിഗ്മ യു എൻ വൈ എൻ എന്നായിരിക്കും. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് യു എൻ ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് എന്നാണ്. സോ ദിസ് ഇംപ്ലൈസ് എക്സ് എൻ ഈക്വൽ ടു യു എൻ പ്ലസ് എക്സ്. ഡെറിഷ്ലെസ് ടെസ്റ്റ് അനുസരിച്ച് സിഗ്മ യു എൻ വൈ എൻ കൺവെർജന്റ് ആണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ സിഗ്മ എക്സ് എൻ വൈ എൻ എന്നുള്ളത് എന്താണാവുക? സിഗ്മ എക്സ് എന്നിന് പകരം എനിക്ക് യു എൻ പ്ലസ് എക്സ് ഇൻറ്റു വൈ എൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു സിഗ്മ യു എൻ വൈ എൻ പ്ലസ് എക്സ് കോൺസ്റ്റന്റ് ആണ് അല്ലെ, എക്സ് ഇൻറ്റു സിഗ്മ വൈ എൻ എന്ന് കിട്ടും. സിഗ്മ യു എൻ വൈ എൻ ഡെറിഷ്ലെസ് ടെസ്റ്റ് അനുസരിച്ച് കൺവേർജന്റ് ആണ്, സിഗ്മ വൈ എൻ കൺവേർജന്റ് ആണ് എന്ന സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുണ്ട്, എക്സ് ഒരു കോൺസ്റ്റന്റുമാണ്. ദെർഫോർ സിഗ്മ എക്സ് എൻ വൈ എൻ ഇസ് കൺവേർജന്റ്. ഇത് ഫസ്റ്റ് കേസ്, അതായത് എക്സ് എൻ ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ എന്നുള്ള കേസ്. ഇനി അടുത്തത് എക്സ് എൻ ഇൻക്രീസിങ് സീക്വൻസ് ആണ് എന്ന് വിചാരിക്കാം. മൊണോട്ടോൺ എന്നാണല്ലോ തന്നിരിക്കുന്നത്, അപ്പൊ ഇത് ഡിക്രീസിങ് ഓർ ഇൻക്രീസിങ്. അടുത്ത കേസ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ് എന്ന് വിചാരിക്കാം. എക്സ് എൻ ഇൻക്രീസിങ് ആണെങ്കിൽ മൈനസ് എക്സ് എൻ ഡിക്രീസിങ് ആയിരിക്കുമല്ലോ. നമ്മുടെ ഉദ്ദേശം വീണ്ടും പഴയത് തന്നെയാണ്, എ ഡിക്രീസിങ് സീക്വൻസ് വിച്ച് കൺവേർജസ് ടു സീറോ കണ്ടുപിടിക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. സോ എക്സ് എൻ ഇൻക്രീസിങ് ആണെങ്കിൽ മൈനസ് എക്സ് എൻ ഡിക്രീസിങ് ആണ്. അപ്പൊ എക്സ് മൈനസ് എക്സ് എൻ എന്ന് പറയുന്നത് ഡിക്രീസിങ് ആണ്. ഞാൻ വി എൻ ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് എൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നു. അപ്പൊ വി എൻ ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. ഇനി ലിമിറ്റ് വി എൻ എന്താ വരിക? ലിമിറ്റ് വി എൻ ഈക്വൽ ടു ലിമിറ്റ് എക്സ് മൈനസ് എക്സ് എൻ എന്ന് വരും. ദാറ്റ് ഇസ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ് എൻ. ലിമിറ്റ് എക്സ് എന്നെയാണ് നമ്മൾ എക്സ് എന്ന് വിളിച്ചിരിക്കുന്നത് അല്ലെ. സോ എക്സ് മൈനസ് എക്സ് എന്ന് വരും, വിച്ച് ഇസ് സീറോ. അപ്പൊ ലിമിറ്റ് വി എൻ സീറോ ആണ്, വി എൻ ഡിക്രീസിങ് സീക്വൻസ് ആണ്. അപ്പൊ നേരത്തെ പോലെ തന്നെ നമുക്ക് എന്തെഴുതാം? വി എൻ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് എൻ implies xn is equal to x minus vn, and by Dirichlet's test sigma vn yn is convergent. So what is sigma xn yn? Xn yn will be equal to sigma x minus vn into yn equal to x constant പുറത്തെടുത്താൽ x into sigma yn minus sigma വി എൻ വൈ എൻ. ഞാൻ ആദ്യം വൈ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പൊ എക്സ് വൈ എൻ മൈനസ് വി എൻ വൈ എൻ ആവും. അതിൽ ഫസ്റ്റ് ടേമിൽ എക്സ് കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കാം. സോ എക്സ് ഇൻറ്റു സിഗ്മ വൈ എൻ മൈനസ് സിഗ്മ വി എൻ വൈ എൻ എന്ന് കിട്ടും. ഡെറിഷ്ലെസ് ടെസ്റ്റ് അനുസരിച്ച് ഇത് കൺവേർജന്റ് ആണ്, എക്സ് കോൺസ്റ്റന്റ് ആണ്, സിഗ്മ വൈ എൻ കൺവേർജന്റ് ആണെന്ന് സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുണ്ട്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് സിഗ്മ എക്സ് എൻ വൈ എൻ ഇസ് കൺവേർജന്റ്. Therefore Abel's test holds good. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ടെസ്റ്റുകൾ കിട്ടി, ഡെറിഷ്ലെസ് ടെസ്റ്റും ആബേൽസ് ടെസ്റ്റും. ഇനി ഇത് അതിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലം ആണ്. രണ്ട് ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ആണുള്ളത്, അതുകൂടി ചെയ്തിട്ട് നമുക്ക് ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos nx ഇത് കൺവേർജന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. അതിന് ഒരു അഡീഷണൽ കണ്ടീഷനും കൂടിയുണ്ട്, an is decreasing with limit an equal to 0 കേട്ടോ. sigma n equal to 1 to infinity an cos nx is convergent if an is a decreasing sequence with limit an equal to 0. അപ്പോൾ ഡെറിഷ്ലെസ് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ കോസ് എൻ എക്സിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അതിന് നമ്മളിവിടെ ഒരു സ്പെഷ്യൽ ടെക്നിക് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. 2 sin x by 2 into cos x കൺസിഡർ ചെയ്യും. 2 sin x by 2 into cos x. 2 sin a cos b യുടെ ഫോർമുല എന്താണ്? We have 2 sin a cos b equal to sin a plus b minus sin a minus b. മൈനസ് അല്ല പ്ലസ്, പ്ലസ് sin a minus b. ഇതാണ് നമ്മുടെ കയ്യിലുള്ള റിലേഷൻ. സോ 2 sin x by 2 into cos x എന്നുള്ളത് എന്ത് വരും? sin x by 2 plus x plus sin x by 2 minus x എന്ന് വരും അല്ലേ, ഈക്വൽ ടു sin 3x by 2, ഇവിടെ sin minus x by 2 എന്ന് വരും. സോ മൈനസ് sin x by 2. ഓക്കെ, സോ 2 sin x by 2 cos x എന്ന് പറഞ്ഞാൽ sin 3x by 2 minus
sin x by 2 ആണ്. ഇനി 2 sin x by 2 into cos 2x അതെന്ത് വരും? ഈക്വൽ ടു sin x by 2 plus 2x plus sin x by 2 minus 2x equal to sin 5x by 2 ഇവിടെ എന്താ വരിക? sin minus 3x by 2 എന്ന് വരും അല്ലേ? അതിനെ എനിക്ക് minus sin 3x by 2 എന്ന് എഴുതാം. എക്സെട്ര 2 sin x by 2 into cos nx അതെന്താ വരിക? sin x by 2 plus nx plus sin x by 2 minus nx എന്ന് വരും. ഈക്വൽ ടു sin 2n plus 1 into x by 2 ഇവിടെ എന്താ വരിക? sin minus 2n minus 1 എന്ന് വരും അല്ലേ? ആ മൈനസ് സൈൻ പുറത്തേക്ക് എടുത്താൽ sin 2n minus 1 into x by 2. ഓക്കെ, ഈ ടേംസ് എല്ലാം കൂടി ആഡ് ചെയ്താൽ എന്താ ഉണ്ടാവുക? ഫസ്റ്റ് ടേമിൽ sin 3x by 2, സെക്കൻഡ് ടേമിൽ മൈനസ് sin 3x by 2. അതുപോലെ ഇവിടെ sin 5x by 2, അടുത്തതിൽ മൈനസ് sin 5x by 2 വരും അല്ലെ? അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇതിന്റെ തൊട്ട് മുമ്പത്തെ ടേമിൽ sin 2n minus 1 into x by 2 ഉണ്ടാവും. ഇവിടെ മൈനസ് sin 2n minus 1 into x by 2 ക്യാൻസൽ ചെയ്ത് പോകും. സോ വാട്ട് വി ഗെറ്റ് ഇസ്, ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയ എല്ലാ ടേംസിലും 2 sin x by 2 കോമൺ ഫാക്ടർ ആണ്. സോ 2 sin x by 2 into cos x plus cos 2x plus etc plus cos nx equal to ലാസ്റ്റ് സമ്മന്റിലെ ഫസ്റ്റ് ടേം ബാക്കി ഉണ്ടാവും അല്ലെ? sin 2n plus 1 into x by 2 മൈനസ് ഫസ്റ്റ് ടേമിലെ sin x by 2 ബാക്കി ഉണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ നേരെ എഴുതിയിരിക്കുന്നത്. 2n plus 1 by 2 എന്നുള്ളതിനെയാണ് n plus 1 by 2 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റെപ്പാണ് നമുക്കിപ്പോ കിട്ടിയത്. 2 sin x by 2 into cos x plus etc plus cos nx is equal to sin n plus 1 by 2 into x minus sin x by 2. ഓക്കെ, ഇനി 2 sin x by 2 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്താ കിട്ടുക? മോഡുലസ് എടുക്കുന്നു. സോ മോഡുലസ് എടുക്കുന്നത് എന്തിനാണ്? 2 sin x by 2 വാല്യൂ വേണമെങ്കിൽ നെഗറ്റീവ് ആവാം അല്ലെ? നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഇനീക്വാളിറ്റി സൈഡിലേക്ക് കടക്കുമ്പോൾ ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല എനിക്ക് കൺവേർജൻസ് ആണ് വേണ്ടത്. അപ്പൊ അതിന് മോഡുലസ് വാല്യൂ എടുക്കണം. സോ മോഡുലസ് ഓഫ് cos x plus etc plus cos nx is equal to modulus of sin n plus 1 by 2 into x minus sin x by 2 divided by 2 sin x by 2. അതിന്റെ മോഡുലസ്. ഓക്കെ, ന്യൂമറേറ്ററിൽ രണ്ട് സൈനുകളുടെ ഡിഫറൻസ് ആണ് വരുന്നത് അല്ലെ? രണ്ട് സൈൻ ആംഗിളുകളുടെ ഡിഫറൻസ് ആണ് വരുന്നത്. രണ്ട് സൈൻ ആംഗിളുകളുടെ ഡിഫറൻസിന്റെ മാക്സിമം പോസിബിൾ എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? ഒരെണ്ണം 1 ഒരെണ്ണം -1 വരാം. അതാണ് എക്സ്ട്രീം പോസിബിൾ കേസസ്. ആ കേസിൽ ഡിഫറൻസ് 2 വരും. അപ്പൊ സൈൻ ആംഗിളുകളുടെ ഡിഫറൻസിന് അറ്റൈൻ ചെയ്യാവുന്ന മാക്സിമം വാല്യൂ 2 ആയതുകൊണ്ട് ഇതിനെ എനിക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 by 2 into sin x by 2 എന്ന് എഴുതാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു 2 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഈക്വൽ ടു 1 by sin x by 2 എന്ന് കിട്ടും. സോ വാട്ട് വി ഗോട്ട് ഇസ് cos x plus etc plus cos nx is less than or equal to 1 by sin x by 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഡിറിച്ലെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാലോ. എ എന്ന് പറയുന്നത് ഡിക്രീസിംഗ് സീക്വൻസ് വിത്ത് ലിമിറ്റ് എൻ ഈക്വൽ ടു 0 ആണ് എങ്കിൽ ഡിറിച്ലെറ്റ് ടെസ്റ്റ് അനുസരിച്ച് സിഗ്മ എക്സ് എൻ വൈ എൻ കൺവെർജന്റ് ആണ് അല്ലെ? ഇവിടെ കിട്ടിയത് ബൗണ്ടഡ് എബവ് എന്ന് കേട്ടോ. സീക്വൻസ് വൈ എൻ ബൗണ്ടഡ് എബവ് ആണ്. എ എന്നിന് ലിമിറ്റ് എ എൻ 0 ആണ്, ഡിക്രീസിംഗ് ആണ്. ഇത് രണ്ടുമാണ് ഡിറിച്ലെറ്റ് ടെസ്റ്റിന്റെ കണ്ടീഷൻസ്. അത് അപ്ലൈ ചെയ്യുമ്പോൾ സിഗ്മ എക്സ് എൻ വൈ എൻ കൺവേർജന്റ് ആണ് എന്നാണ് ഡിറിച്ലെറ്റ് ടെസ്റ്റ് പറയുന്നത്. അതായത് സിഗ്മ എ എൻ കോസ് എൻ എക്സ് കൺവേർജന്റ് ആണ്. ഓക്കെ, ടെസ്റ്റുമായി റിലേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് ക്ലിയർ ആണല്ലോ അല്ലെ? എ എൻ ഡിക്രീസിംഗ് വിത്ത് ലിമിറ്റ് എ എൻ ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അത് ഡിറിച്ലെറ്റ് ടെസ്റ്റിന് എക്സ് എൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് ആണ്. വൈ എന്നിന് വേണ്ടത് ബൗണ്ടഡ് എബവ് എന്നുള്ളതാണ്. നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ബൈ 2 എന്ന് കിട്ടി അല്ലേ? സോ
സോ ഫോർ ആൻ എക്സ് ഇത് ബൗണ്ടഡ് എബവ് ആണ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സിഗ്മ വൈ എൻ ബൗണ്ടഡ് എബവ് ആണ്. അപ്പോൾ ഡെറിഷ്ലെസ് ടെസ്റ്റ് അനുസരിച്ച് സിഗ്മ എക്സ് എൻ വൈ എൻ കൺവേർജന്റ് ആണ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? സിഗ്മ എ എൻ sin xn is convergent if an is a decreasing sequence with limit an equal to 0 എന്ന് പ്രൂവ് ചെയ്യാം. അതിന് നമ്മൾ 2 sin a sin b യുടെ ഫോർമുല അപ്ലൈ ചെയ്യാം. ടു cos a plus b എന്ന് പറഞ്ഞാൽ cos a cos b മൈനസ് sin a sin b ആണ്. സോ 2 sin a b എന്ന് പറഞ്ഞാൽ cos a minus b മൈനസ് cos a plus b എന്ന് കിട്ടും. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇക്വേഷൻസ് എഴുതി ആഡ് ചെയ്താൽ ഇറ്റ് ഇസ് ഈക്വൽ ടു cos x by 2 മൈനസ് cos n പ്ലസ് 1/2 ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ഓക്കെ, മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ഈ സൈനിന്റെ സീരീസിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ബൗണ്ടഡ് എബവ് ആണ് എന്ന് നമുക്ക് കിട്ടും. അതിൽ നിന്ന് ഡെറിഷ്ലെസ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സിഗ്മ എ എൻ സൈൻ എൻ എക്സ് ഇസ് കൺവേർജന്റ് പ്രൊവൈഡഡ് എ എൻ ഇസ് എ ഡിക്രീസിംഗ് സീക്വൻസ് വിത്ത് ലിമിറ്റ് എ എൻ ഈക്വൽ ടു 0 എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ വിത്ത് ദിസ് നമ്മൾ മാത്തമാറ്റിക്കൽ അനാലിസിസിന്റെ 4 മോഡ്യൂൾസും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.